അള്ളാനെ ഭയപ്പെടുന്ന മുസ്ലിമാണോ? കള്ളം പറയുന്ന സ്വഭാവം ഉണ്ടാകൂല. വയത് കേൾക്കുന്ന ഉമ്മമാരെ, എത്ര കൈപ്പുള്ളതാണെങ്കിൽ പോലും മക്കളോട് കളവ് പറയരുത് കേട്ടോ. മക്കള് ഭക്ഷണം കഴിക്കുന്ന കാരണമാകട്ടെ, അല്ല മക്കളെ നന്നാക്കി എടുക്കുന്ന കാരണമാകട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മക്കളെ വളർത്താനാകട്ടെ, കളവ് പറഞ്ഞിട്ട് നന്നാക്കാമെന്നൊരു ചിന്ത വയത് കേൾക്കുന്ന പെങ്ങളെ നമ്മളെ മനസ്സിലുണ്ടായിക്കൂടാ. ഞാൻ മുമ്പ് എവിടെയോ പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു, ചില ഉമ്മാരുണ്ട് മക്കളോട് പച്ച കള്ളത്തരം പറയും. അണ്ണാച്ചി വരുന്നുണ്ട്, ഞാൻ നിന്നെ അണ്ണാച്ചിക്ക് കൊടുക്കും. സ്വപ്നത്തിൽ പോലും അണ്ണാച്ചിക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെടാത്ത ഉമ്മ ഈ കളവ് പറയാണ്. ഒരാ പോലീസ് വരുന്നുണ്ട്, എന്തിന് കഞ്ഞി കുടിക്കാത്തതിന്റെ പേരിൽ. പോലീസുകാർക്ക് നാട്ടിൽ നടക്കുന്ന പ്രശ്നം തന്നെ നോക്കാൻ നേരം കിട്ടുന്നില്ല. അപ്പോഴല്ലേ നിന്റെ മോൻ കഞ്ഞി കുടിക്കാത്തതിന്റെ പേരിൽ വീട്ടിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തല്. ഇങ്ങനെ നമ്മളെ തമാശക്കോ അല്ലെങ്കിൽ ചെറുതായി കള്ളോ സ്വന്തം മക്കളോട് കളവ് പറയുന്ന സ്വഭാവമുള്ളൂ, കള്ളം പഠിപ്പിക്കുന്ന സ്വഭാവമുള്ളൂ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ആരെ അടയാളാണ് എന്നറിയോ? മുനാഫിക്കിന്റെ അടയാളമോ? കള്ളം പറയുന്ന സ്വഭാവം മുനാഫിക്കിന്റെ അടയാളമോ? റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. വയത് കേൾക്കുന്ന ഉമ്മ, വയത് കേൾക്കുന്ന പെങ്ങളെ, നമ്മളെ വിവരക്കേട് കൊണ്ടോ ചിന്തക്കുറവുകൊണ്ടോ നമ്മളെ സ്വന്തം മക്കളോട് കള്ളം പറയുന്നവയാൽ അവർ കളവിനെ ചെറുതായി കാണുന്നവരായി, കളവിനെ നിസാരമായി കാണുന്നവരായി, കളവര് വില കൽപ്പിക്കാത്തതായി തെറ്റായി കാണുന്നവരായി മാറിപ്പോയാൽ, അവർ കള്ളത്തിനത്തിന് കൂട്ടുനിൽക്കുന്നവരായാൽ, കളവിന് വേണ്ടി സംസാരിക്കുന്നവരായാൽ, റബ്ബ് നമ്മളെയും മക്കളെയും ഇഷ്ടപ്പെടുന്നവരെയും കാത്തുരക്ഷിക്കട്ടെ. വിരല് കടിച്ചിട്ട് കാര്യം ഉണ്ടാകൂല. അതുകൊണ്ടാ മുല്ലൈതു സമർഖന്ദി റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹുവിനെ ഭയപ്പെടുന്ന മുസ്ലിമാണോ അവന്റെ നാവിലെ കളവ് ജാരിയാകൂല, കളവ് പറയാൻ അവന് സാധിക്കൂല.